ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ സമയമൊക്കെ ചോദിച്ചിട്ട് നമ്മളിതാ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയ കാരണം അല്ലുവിൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇതാ അല്ലു ഭയങ്കര മൂഡ് ഓഫാണ്. നമ്മൾ സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ട്രെയിൻ കയറിയിട്ട് ഇതാ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതും നമ്മൾ അറിഞ്ഞില്ല. അത്രയും പെട്ടെന്ന് എത്തി. സാധാരണ നമ്മൾ പോകുന്ന ട്രെയിനിലല്ല നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ പോകുന്നത് ഒരു 2-2.5 മണിക്കൂറെങ്കിലും നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ഇതൊരു അരമണിക്കൂർ കൊണ്ട് നമ്മളിതാ ഫറൂഖ് എത്തി. അനിയത്തിയുടെ വീടാണ് ഇവിടെ. അനിയത്തിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ നെയ്യ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവളതിനെ തിരിച്ച് വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് അല്ലു ഇതാ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ മൂഡ് ഓഫൊക്കെ മാറി നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് അല്ലു ഇതാ ലിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറി അതാ അല്ലു തന്നെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അവളെ കാണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവളെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തി. അവളത് പുതിയ ബാത്റൂമൊക്കെ കാണിച്ചു തരികയാണ്. അവിടെ പുതിയ ബാത്റൂമൊക്കെ കെട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയാക്കി എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതാ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇനി ഒരു ഓട്ടോ പിടിക്കണം. ഓട്ടോയിലാണ് പോണത്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു ചെറിയ ചന്തയുണ്ട്. ചെറുതാണെങ്കിൽ പോലും ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പോൾ അല്ലുവിന് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ അവന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ട് അല്ലുവിന് സൈഡ് സീറ്റ് കൊടുത്തു. അപ്പോൾ അതങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്ന കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടോക്കണൊക്കെ എടുക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയ കാരണം കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അവിടെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കൽ ഭയങ്കര അലമ്പാക്കിയ അല്ലു. അപ്പോൾ നമുക്കത് നേരെ വേണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചിറങ്ങി. അപ്പോൾ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡോക്ടറുടെ പരിശോധന. കാരണം അമ്മ പറയുന്നത് ചുമരുമ്പോൾ പന്തടിച്ച പോലെ തിരിച്ചു വന്നു എന്നാണ്. നേരെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വഴക്ക് പറയുകയാണ്. ഇത്ര പെട്ടെന്ന് പരിശോധന കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അവളുടെ വീട്ടിലോട്ടാണ്. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവൾക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചു. ഇനി ഇതേ പോക്കറ്റ് റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോയിലാണ് വന്നത്. അതൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതാ അവളുടെ വീടെത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് അധികമായിട്ട് സമയമൊന്നും ഇവിടെ നിൽക്കില്ല. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പോവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4:45 തന്നെ ഇറങ്ങിയാലാണ് നമുക്ക് 5 മണിയുടെ ട്രെയിൻ കിട്ടുള്ളൂ. സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ രാവിലെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ പോവാറ്. പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്കില്ല. അങ്ങനെ വീണ്ടും നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. അല്ലു ഉറങ്ങായിരുന്നു. അല്ലുവിൻ്റെ മൂഡ് ഓഫൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അല്ലുവിൻ്റെ മൂഡൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ 5:30ക്ക് ട്രെയിൻ വന്നില്ല. നമ്മുടെ റെയിൽവേ ആണല്ലോ, അതുകൊണ്ട് നമ്മളെ സമയത്തൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സമയം കാത്തിരുന്നതിന് ശേഷം അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ട്രെയിൻ ആകെ ഷൊർണൂർ വരെ ഉള്ളൂ. അപ്പോൾ ഷൊർണൂർ വരെയുള്ള യാത്രക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടും. നമുക്ക് അങ്ങനെ തിരക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോൾ ഫറൂഖിലേക്ക് വന്നാലും നമ്മൾ ഈ ട്രെയിനിലാണ് റിട്ടേൺ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അല്ലുള്ളത് കൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ട്രെയിനും ഇത് തന്നെയാണ്.
അപ്പോൾ അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം. പുറത്തത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ എവിടെ പോയി എന്നറിയില്ല. പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണത് ഭയങ്കര രസമാണ്. ട്രെയിനിൽ ബസ്സിനേക്കാളും അതേപോലെ നമുക്ക് ഓട്ടോ വണ്ടികളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സൗകര്യത്തിന് ഇരിക്കാൻ നിൽക്കാനൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടൊരു കംഫർട്ടായിട്ടുള്ള യാത്രയാണ് ട്രെയിനിൽ എന്ന് പറയുന്നത്. പക്ഷെ തിരക്ക് പാടില്ല, തിരക്കില്ലാതെ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കണം, അതാണ് ഇഷ്ടം. അല്ലു ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലുവിൻ്റെ വിചാരം ഇത് പ്ലേ ഗ്രൗണ്ടാണെന്നാണ്. അല്ലു ഭയങ്കര കളിയായിരിക്കും. മറ്റുള്ളവർ യാത്ര ചെയ്യണ പോലെയല്ല, അല്ലു ട്രെയിനിൽ ഭയങ്കര കളിയായിരിക്കും. കളിക്കാൻ ഒരാളേനെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ നമ്മൾ നമ്മുടെ നാടെത്തി, കാരക്കാടാണ് എത്തിയത്. ഇത് കാരക്കാട് വന്നിറങ്ങി. അപ്പം ഇങ്ങനെ നമുക്ക് അധിക ദൂരമൊന്നുമില്ല, നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.